അരൂപിയാണെങ്കിലും ആ തിരുരൂപത്തെ മനസാ സ്മരിക്കുന്നു, സ്തുതിച്ചിടുന്നു. നീയൊന്നരങ്ങിയാൽ താളം പിഴയ്ക്കുന്നു, ക്രോധാഗ്നി കണ്ടു കരഞ്ഞു ഞങ്ങൾ. സ്വാഗതം സ്വാഗതം സ്നേഹിതരേ സ്നേഹിതരേ മാന്യ സ്നേഹിതരേ, വിട്ടിറങ്ങിയ സ്നേഹപ്പെരുമകളേ, സ്വാഗതം സ്വാഗതം സ്വാഗതം. ഗതകാലത്തിൻ സ്മരണകൾ പൂക്കും ഹൃദയാവർജവനാളുകളെ, നിങ്ങൾക്കായി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സ്നേഹിതരേ സ്നേഹിതരേ മാന്യ സ്നേഹിതരേ, ഒരു കൂടാരം വിട്ടിറങ്ങിയ സ്നേഹപ്പെരുമകളേ, സ്വാഗതം സ്വാഗതം സ്വാഗതം. മതിയല്ലോ, റൗണ്ട് കറങ്ങിയല്ലോ. കേളികൊട്ടുണരുന്ന കേരളം, കേളികലമ്പും പൂക്കും കേരളം, കേരളം കേരളം. പൊന്നും പൊന്നലിൻ പാടത്തിലൂടെ മാവേലി മണ്ണത്തെ മാണിക്ക തേരുവൻ മാളപൂക്കളങ്ങളാകും ആരും. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളികലം പൂക്കും കേരളം, കേരളം.
മാനകളാൽ പോയിടും മാനം കണ്ട് നീലാനീ ഹൃദയം പാടും തോണിപ്പാട്ടരിയുന്ന കാറ്റത്തു തുള്ളുമോളം കൈകൊട്ടി പാട്ടുകൾ മേളം മേളം കേരളം കേരളം കേൾക്കൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരളി സദനമകൻ കേരളം 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 എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ അവിടെയൊന്നും പോകണ്ട എനിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ല എനിക്ക് വീഴും ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ എന്നെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ബാക്കി ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. എൻ്റെ പേര് അബൂബക്കർ എന്നാണ്. ഞാൻ 2020 പെൻഷനായി. തുടർന്ന് 1.5 വർഷം IMD-യിലും അത് കഴിഞ്ഞിട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിലും കൗൺസിലറായിട്ടൊക്കെ ജോലി ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്നെ സീറ്റ് നിർത്തിയപ്പോൾ ഞാൻ അത് ഒഴിവായപ്പോൾ എനിക്ക് വിടമതിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മണ്ഡലം പ്രസിഡന്റായി ഞാൻ ജോലി വർക്ക് ചെയ്യുകയാണ്. പിന്നെ കൂടാതെ എനിക്ക് BPCL-ന്റെ ഒരു പെട്രോൾ പമ്പ് അനുവദിച്ചു. അതിന്റെ പരിപാടികളുമായി ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ജോലിയുള്ളപ്പോൾ പോലുള്ളതുപോലുള്ള എല്ലാ തരത്തിലും കാര്യങ്ങളും തന്നെ ഇപ്പോഴും എനിക്കുണ്ട്. അക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് 2 പെൺമക്കളും ഒരു മകനുമാണ്. ഭാര്യ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്നു. മൂത്ത മകൾ എഞ്ചിനീയറാണ്. ആ മരുമകൻ കണ്ടക്ടർ സർവീസിലാണ്. രണ്ടാമത്തെ മകൾ ലൈബ്രറിയനാണ്. ആ മരുമകൻ MBA വിത്ത് MTech വിത്ത് MBA ആണ്. EY എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡെപ്യൂട്ടി മാനേജറായി ജോലി ചെയ്യുന്നു. മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അവനിപ്പോൾ 1 വർഷമായി ദുബൈയിൽ പോയിരിക്കുന്നു. അവിടെ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ ഇടത്തിലെ ഇതുപോലുള്ള പരിപാടികളിൽ നമ്മുടെ പല സഹപ്രവർത്തകർ ഞാൻ ഒരു 10-20 പേരെ രാത്രി വിളിച്ചു. അപ്പൊ അവരെല്ലാം ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ സർവീസിൽ ഇരുന്നപ്പോഴുള്ളതുപോലുള്ള സൗഹൃദവും കൂട്ടായ്മയൊക്കെ നമുക്ക് വേണം. എല്ലാവരും കാണുമ്പോൾ ഞാൻ ഹരിസാറിന്റെ മകന്റെ കല്യാണത്തിന്റെ എനിക്ക് 3 കല്യാണം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ആദ്യം വന്ന് ഹരിസാറിന്റെ വീട്ടിലുള്ളത് കാര്യം എല്ലാവരും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം അതാണ് അതിനുള്ളത്. ആ പരിചയങ്ങൾ കൊടുക്കുക. അതിനുശേഷമാണ് ഞാൻ ബാക്കി ചെയ്യുന്നത്. അങ്ങനെയിരിക്കുന്നു. ഞാൻ ക്രിസ്മസിന്റെ സമയത്ത് ഡിവോഴ്സിൽ പാട്ട് പാടാം. അടുത്തൊരാളോട് കഴിഞ്ഞില്ല. കുറച്ച് 2 പാട്ട് വേണ്ട. ഇത് കഴിഞ്ഞിട്ട് എടുത്തല്ല പാട്ട് കൂടെ കഴിയുമ്പോൾ കുറെ ഒരു സ്ത്രീ കൂടെ ഉണ്ടല്ലേ. 2 പാട്ട് വേണ്ട. ആശ്രയം നീ എന്നോമേ ആശതൻ പൊൻതാരകം നീ ശാശ്വത സംഗീതമേ കരുണതൻ മണിദീപമേ നിന്റെ സ്നേഹവും ശാന്തിയും ആരോ
നമ്മുടെ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാനൊരു പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ 2025 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ സംഘടന രൂപീകരിക്കപ്പെട്ട ഈ ഒരു ഇടമെന്നുള്ള ഒരു നിലവിൽ വന്ന ഒരു വർഷം കൂടെയാണ്. അപ്പം 2025 ഇടം രൂപീകൃത വർഷമായതുകൊണ്ട് എല്ലാവരും ഓർമ്മിക്കത്തക്ക ഇതാണ്. നമ്മൾ എംപ്ലോയ്മെന്റിൽ നിന്ന് റിട്ടയർഡായുള്ള എല്ലാ ജീവനക്കാരെയും മുഴുവൻ ജീവനക്കാരെയും കൂട്ടി നമ്മുടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പേര് കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഇന്ദിര സാറൊക്കെയാണ് ഈ പേര് നിർദ്ദേശിച്ചത്. നല്ലൊരു പേര്. എല്ലാവരും ഈ സംഘടനയെ പറ്റി ഇടമെന്ന് അറിയുന്ന എല്ലാവരും ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയെയും നമ്മുടെ അതിനെ രൂപകൽപ്പന ചെയ്ത ഈ ഒരു ടീമിനെയും ഒരുപാട് പ്രാവശ്യം അഭിനന്ദിച്ചിട്ടുണ്ട്. അറിയുന്ന എല്ലാവരും അത് ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റിയ ഒരു കാര്യമാണ്. നമ്മുടെ ഈ പങ്കാളിത്തത്തിൻ്റെ കാര്യം നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഇടത്തിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിൽ പലപ്പോഴും നമ്മളിൽ ഈ വന്നിരിക്കുന്നതിൽ എത്ര പേര് ഈ ഗ്രൂപ്പിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. വെളിച്ചത്തിൽ ശയനമൊഴിയില്ല ശാകുന്തളം വായിച്ചിരുന്നു. ശാലിനയായ തപോവന കന്യയായി ശാരദീ വന്നു നിന്നു മനസ്സിൽ ശാരദീ വന്നു നിന്നു. ശകരാന്തൻ വെളിച്ചത്തിൽ ശയനമൊഴിയില്ല ശാകുന്തളം വായിച്ചിരുന്നു. എന്തായാലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ തികച്ചും സംതൃപ്തനാണ്. പിന്നെ കുടുംബത്തെക്കുറിച്ച് പറയുന്നില്ല. എൻ്റെ മൂത്ത ഒരു കോളേജ് അധ്യാപകൻ അസോസിയേറ്റ് പ്രൊഫസറാണ്, ഡോക്ടറേറ്റ് ഉണ്ട് സുനാമിയിൽ. രണ്ടാമത്തവൻ ഇവിടെ വർക്ക് ചെയ്യുന്നു, സിഡ്കോയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മകള് ഇവിടെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സിവിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ പശ്ചാത്തലം. എന്തായാലും ഇവിടെ വരാനും രണ്ട് വാക്ക് സംസാരിക്കാനും അവസരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരും കഴിഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തവരാണ്. എല്ലാവർക്കും ഇതിനും കൂടി പുതുവത്സരത്തിന്റെയും ക്രിസ്മസിന്റെയും മംഗളം ആശംസിക്കുന്നു. എല്ലാവരും ട്രെയിനിലും മറ്റേ പോകുന്നതിലും കൗൺസിലിംഗിലും ഒക്കെയുള്ള പരിചയമാണ്. ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും തിരുവനന്തപുരം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് വിൻസെന്റ്.
ഭയങ്കര സ്പേസ് ആയിരുന്നു. 2019 ഞാൻ കഴിഞ്ഞ വർഷം മെയ്യിൽ സ്കൂൾ വിദ്യാർത്ഥികളെ റിട്ടയർ ചെയ്തു. ഒരു മകൻ CA പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ ഇടത്തെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പം മുമ്പേ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പങ്കാളിത്തം കുറവാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന മഹാഭൂരിപക്ഷം ആൾക്കാർ ഈ കയ്യിൽ നിന്ന് പോലത്തുള്ള ആൾക്കാർ എന്നെ പോലുള്ളവർ, എന്നെ ഷഫീഖ് സാറിനെ പോലുള്ളവർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഇത്രയും ജില്ലകൾ കടന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വരാൻ അസൗകര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ നവോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും ഓരോ നവോത്സവം തുടങ്ങുമ്പോഴും നമുക്ക് പുത്തൻ പ്രതീക്ഷകളാണ്. എന്നും എപ്പോഴെങ്കിലും നമുക്ക് നല്ല കാര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ നവോത്സവത്തെയും ചെയ്യുന്നത്. എല്ലാവർക്കും തിരിച്ചുപറ്റി എല്ലാവർക്കും ഇടപെടാനും ഇടകലരാനും ഇതുപോലൊരു ഇടമുണ്ടാക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് മിക്കവാറും എല്ലാ ആളുകളും ഒപ്പം ജോലിയാണ് കൂടുതലായി ജോലി ചെയ്യുന്നത്. നമ്മൾ ഈ ഇടം ഉണ്ടാക്കുന്നതിനുള്ള ഇത്രയും വർഷം നമ്മുടെ സുമാരങ്ങളുടെ 2 വർഷമാണ്. നമുക്കിവിടെ പല പ്രകാരമാണെങ്കിൽ നമ്മളെ ആലോചിച്ചതാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകണം. എന്തായാലും 2025 നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വളരെ ഞങ്ങളുടെ SR സാധനമാഷം അപൂർവമായിട്ടുള്ള ചേർന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത് വളരെ സന്തോഷമുണ്ട്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. യഹൂദിയായിലെ ഒരു രാത്രി ഒരു തനമാസത്തിൽ തൊഴിലുണ്ടായി രാപാത്രിയും മോഹനപാലകം ദേവനാളം കേട്ടു ആമോദരം സ്വർണ്ണരാജികൾ ഇടയും വാഴി വെള്ളിമേഘങ്ങൾ ഒരു രാവി Really
നന്ദി